പാകിസ്ഥാനിൽ ഇമ്രാൻഖാൻ എങ്ങനെ ജയിലിൽ പോയത്? അമേരിക്കക്കെതിരെ പറഞ്ഞു, പിന്നെ പാർലമെന്റിൽ ഇഷ്യൂ ആയി, അവസാനം 3-4 മാസം കഴിയുമ്പോൾ ജയിലിലായി, ജീവപര്യന്തം ജയിലിൽ കിടക്കുക. ആരെങ്കിലും പ്രതീക്ഷിച്ചു ഈ സംഭവം? നിങ്ങൾ ആലോചിക്കുക. ഇനിയും അത് കഴിഞ്ഞുള്ള സംഭവം നമുക്ക് അടുത്ത സമയം എടുക്കാം. ഈ ഫ്രാൻസ്, ഇമ്മാനുവേൽ മാക്രോൺ ഡബിൾ സ്റ്റേറ്റ്, അതായത് 2 സ്റ്റേറ്റ് എന്ന് ആദ്യം പറഞ്ഞു ഈ പാലസ്തീനുമായിട്ട് ഇസ്രായേലും ഹമാസുമായി ബന്ധപ്പെട്ടത്. നിങ്ങൾ നോക്ക്, 1 മാസം എടുത്തില്ല, ഇമ്മാനുവേൽ മാക്രോന്റെ പാർട്ടിയുടെ പിന്തുണ പോയി പാർലമെന്റിൽ. 2ാമത്തെ പ്രാവശ്യം 3ാമത്തെ പ്രാവശ്യം പുതിയ പ്രധാനമന്ത്രി ചാർജ് എടുത്ത് ഫ്രാൻസ് ഈ പ്രശ്നമായി. അമേരിക്കയുടെ അലയൻസ് പാർട്ട്ണറാണ്. ആലോചിച്ച് നോക്കുക. അവർ അവിടെ പണിതാൽ അതിന് പുറത്ത് നിൽക്കുന്ന ഒരു രാജ്യത്തെ അവർ തുലയ്ക്കുന്നില്ലയോ? ഇത് ഞാൻ പറയുമ്പോഴും നിങ്ങൾ ആ സെൻസ് മനസ്സിലാക്കാം. അമേരിക്ക അങ്ങനെയാണ് ഗെയിം കളിക്കുന്നത്. അവിടെ ഇവിടെ ഭരിക്കുന്നവൻ ആര് ഭരിച്ചാലും, അവരുമായിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന രാജ്യത്ത് ആര് ഭരിച്ചാലും, അവരുമായി ലോഹ്യമുള്ള രാജ്യത്ത് ആര് ഭരിച്ചാലും അവരുടെ കൂടെ നിന്നോണം, അല്ലെ തെറിപ്പിക്കും.